ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നൊരു മെസ്സേജാണ് കേട്ടോ, സ്റ്റിച്ച് ശരിയാവുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇവരിത് എങ്ങനെ പറ്റിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നൂല് ടെൻഷൻ സെറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നിടത്ത് ഇവരിത് പിടിച്ച് ആരെങ്കിലും വലിച്ചിട്ട് ഇതേപോലെ ഇട്ടിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇനി നിങ്ങൾ തയ്ക്കുകയാണെങ്കിൽ നിങ്ങളെ മെഷീനിൽ ഞാൻ ഈ ഫോട്ടോയിൽ കാണിച്ച പോലെ ആയിരിക്കും ഉണ്ടാകുക സ്റ്റിച്ച്. അപ്പോൾ നിങ്ങൾ എന്താക്കണം, നിങ്ങൾ മെഷീനിൽ ഇരിക്കുന്നതിൻ്റെ മുന്നേ ഈ നൂലൊക്കെ കറക്റ്റാണ് ഇട്ടിട്ടുള്ളതെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. അതേപോലെ തന്നെ ഏത് വശത്തു കൂടെയാണ് നൂല് വരേണ്ടത്. ഇതിപ്പോൾ ടെൻഷൻ സെറ്റിലാണെങ്കിൽ കണ്ടില്ല, ഇതിൻ്റെ പുറത്താണ് ഈ നൂല് കിടക്കുന്നത്. ഇനിയാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, നമ്മളെ സ്റ്റിച്ച് കറക്റ്റ് അല്ലാതാവും. അപ്പോൾ നമ്മൾ മെഷീനിൽ ഇരിക്കുന്നതിൻ്റെ മുന്നേ നമ്മളെ ടെൻഷന്, അതേപോലെ സൂചി, അതേപോലെ തന്നെ നിങ്ങളെ റെഗുലേറ്ററൊക്കെ ചെറിയ മക്കളുള്ളടത്ത് അവരത് തിരിച്ചൊക്കെ നോക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കറക്റ്റാണോ എന്ന് ആദ്യം നമ്മൾ ക്ലിയർ ആയതിൻ്റെ ശേഷം മാത്രമാണ് നമ്മൾ തയ്ക്കാനിരിക്കാൻ പാടുള്ളൂ. ഈ നൂലിട്ടതൊക്കെ കറക്റ്റാണോ, അതെങ്കിലും നൂലൊക്കെ എവിടെയെങ്കിലും ആരെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടോ എന്നും നിങ്ങളൊന്ന് നോക്കണം. പക്ഷേ നിങ്ങളിത് തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് നമ്മളിതൊന്ന് നോക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ആ മെസ്സേജ് കണ്ടപ്പോൾ ഞാനത് സൂം ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ടെൻഷൻ സെറ്റിൽ നിന്ന് നൂല് പോയതാണ്. അപ്പോൾ ഇതൊക്കെ കറക്റ്റാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ മെഷീനിലിരിക്കുക. അപ്പോൾ ആ ഒരു മെസ്സേജിനുള്ള റീപ്ലൈ ആണ് ഞാനിപ്പോൾ തന്നത്. അതേപോലെ തന്നെ നിങ്ങൾ നൂല് ഇട്ടിക്കുന്നത് കറക്റ്റ് പൊസിഷനിലാണോ, ടെൻഷൻ സെറ്റിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കണം. കാരണം നമ്മൾ ചില സമയത്ത് നൂലിട്ടിട്ട് വലിക്കുന്ന സമയത്ത് ഈ ടെൻഷൻ സെറ്റിൻ്റെ ഉള്ളിൽ ഈ നൂലിൻ്റെ പീസൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിലും ബാഡ് സ്റ്റിച്ച് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അറിവ് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കാം.